ഹായ് എവരിവൺ. നിങ്ങളുടെ വിജയങ്ങളും പരാജയങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് ആരാണെന്ന് അറിയാൻ പറ്റും. ഒന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ വിജയങ്ങളും പരാജയങ്ങളും തീരുമാനിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണോ, നിങ്ങളാണോ, നിങ്ങളുടെ സർക്കിളാണോ? ഇവിടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾക്ക് വിജയം ജീവിതത്തിൽ ഉണ്ടാവുക. അത് ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും ഏതൊരു മേഖലയിലായാലും മൈൻഡ് സെറ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നതിനടുത്ത് പ്രവർത്തിക്കുന്നുവോ, അതാണ് നിങ്ങളുടെ റിസൾട്ട്. അതായത് ഇതിനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. പല ആളുകളും കണ്ട് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അവരുടെ ലൈഫ്. ഉള്ള എമൗണ്ട് കൊണ്ട് ഉള്ള ചിലവുകൾ നടത്തി അത്യാവശ്യം EMI അടച്ചുകൊണ്ട് വളരെ കംഫർട്ട് സോണിൽ ലോണിനെയൊക്കെ പേടിച്ച് ഭയന്നിരുന്ന് പോകുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗക്കാർ ഗ്രോത്തായി ചിന്തിക്കും. ഇപ്പോൾ വരുന്ന ഒരുപാട് സ്റ്റാർട്ടപ്സിലെ പിള്ളേരെ നോക്കി അറിയാൻ പറ്റും. അവരെ ഫസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് BMW എടുക്കണം 6 മാസം കൊണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്തു പറയും 6 മാസം മുതൽ BMW എൻ്റെ ഫ്രണ്ട്സ് പറയും പോടാ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷേ ആ കളിയാക്കുന്നവർ കളിയായിക്കൊണ്ടിരിക്കും. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ കണ്ടവൻ ആ വണ്ടി എടുത്തിരിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ വലുതായി ചിന്തിക്കാൻ പഠിക്കണം. അത് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ ചിന്ത വലുതായിരിക്കണം. ആ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനും കൂടി പഠിക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നിങ്ങൾ വലുതായി കാണുക, വലുതായ ആശയങ്ങൾ നോക്കുക. എനിക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം, ഇന്ന ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം, ഇന്ന വാഹനം സ്വന്തമാക്കണം, എനിക്ക് ഇങ്ങനെ നല്ലൊരു വീട് വേണം, എനിക്ക് വലിയൊരു കമ്പനിയുടെ ഓണർ ആവണം, ഒരു വലിയ ബിസിനസ്മാൻ ആവണം. ഇതെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഭാഗം വരുന്ന സമയത്ത് പല ഫെയിലിയേഴ്സ് വന്നാലും നിങ്ങൾക്കത് ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഒന്നാമത്തെ, നിങ്ങൾ എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർക്കിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സർക്കിളിൽ നിങ്ങൾ പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് ടോക്സും ചെയ്യുന്ന ആളുകളെ മാത്രം നിലനിർത്തുക. ബാക്കി എല്ലാ ആളുകളെ അവോയ്ഡ് ചെയ്യുക. അവിടെ ഒരു ബന്ധവും നോക്കരുത്. നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവണം, നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സർക്കിളിൽ എപ്പോഴും നെഗറ്റീവ്സ് പറയുന്ന ആളുകൾ, എപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ മെല്ലെ മാറ്റി നിർത്തുക. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ടോക്ക് സംസാരിക്കുക, പോസിറ്റീവായിട്ട് നടന്ന് അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി തരും. ഒന്ന് നോക്കൂ, എവിടെ വേണമെങ്കിൽ നോക്കും. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ, നിങ്ങൾ വല്ല ട്രിപ്പൊക്കെ ഫ്രണ്ട്സോട് പോകുമ്പോൾ എന്താണ്, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, പാട്ട് എടുക്കുന്നു. കാരണം എന്താണ്, നമ്മളെല്ലാവരും ഒരേ വൈബിലാണ്. ഈ ഒരേ വൈബിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുചേർന്ന് കഴിഞ്ഞാൽ സക്സസ് ആവാൻ പറ്റും. നിങ്ങളൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരേ ആശയം വിശ്വസിക്കുന്ന, ഒരേ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന, ഒരേ ഡ്രീംസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകൾ നിങ്ങൾ പാർട്ട്നേഴ്സായിട്ട് മുന്നോട്ട് പോകാനുള്ളത് ഒരു ബിസിനസ്സിൽ. അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലേ, നമുക്ക് ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഒരേ പാട്ടും സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് പോകാൻ, നമ്മളെല്ലാവരും ഒരേ മൈൻഡാണ്. അവിടെ നമുക്ക് നല്ല ഹാപ്പി ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് സർക്കിൾ. നെഗറ്റീവ് സർക്കിൾസുള്ള ആളുകളെ തൂക്കി വലിച്ചെറിയുക എന്നുള്ളതാണ്. ഇതാണ് ബിസിനസ്സിൽ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. നമ്മൾ എന്തിലാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന് നമ്മൾ കൃത്യമായി കൺസിസ്റ്റൻസ് ആയിട്ട് നിൽക്കണം. ഏതൊരു ബിസിനസ്സിൻ്റെ അടിസ്ഥാനം നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ്. സ്ഥിരത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത അച്ചീവ്മെൻറ്റിലേക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ അതിനോടൊപ്പം നമ്മൾ തിങ്കിങ്, നമ്മുടെ ചിന്ത വളരെ നല്ല രീതിയിൽ നമുക്കത് എങ്ങനെ ആയിത്തീരണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത വളരെയധികം ഉണ്ടാവും. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മുടെ ആശയങ്ങൾ നമ്മൾ മറ്റുള്ളവർ ഷെയർ പറഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഒരാൾ ഇന്നത്തെ കാലത്ത് എഴുത്തെല്ലാം പറ്റില്ല. നല്ല കഴിവുള്ള ആളുകളെന്നുണ്ട്. നമുക്ക് സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അവർ പറയുന്നത് നമ്മൾ കേൾക്കാനും കൂടി തയ്യാറാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും തയ്യാറാണ്. ഒരുപാട് ഐഡിയാസ് സ്വീകരിക്കുക. അതെങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുക. സോ ബിസിനസ്സിൽ ഈ ഒരു ഘടകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, സക്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല ഹാപ്പി ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതാണ് ബിസിനസ്സിൽ പാലിക്കേണ്ട ഒരു പ്രധാന 4 ഘടകങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ആലോചിക്കുക. എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കുക. ബിസിനസ്സിൽ എപ്പോഴും നിങ്ങൾ കൺസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുക. നെഗറ്റീവ് സർക്കിൾസുള്ള ആളുകളെ തൂക്കി വലിച്ചെറിയുക. നിങ്ങളുടെ തിങ്കിങ് എപ്പോഴും പോസിറ്റീവായി മുന്നോട്ട്, നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച്, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുക. ചങ്കൂറ്റം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാമെന്ന് പറയില്ലേ. ക്യാപിറ്റലൊന്നും ഒരു ഘടകമല്ല. പല ആളുകളും ഫണ്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ പല ആളുകളും ഉണ്ടെങ്കിൽ ക്യാപിറ്റലൊന്നും ചങ്കൂറ്റം കൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഏത് ബിസിനസ്സോ ഏത് സംരംഭമോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ ഘടകങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് പോകാൻ പറ്റും. താങ്ക് യു സോ മച്ച്.